കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു കമ്പനിയിൽ രാവിലെ മീറ്റിംഗ് നടക്കുകയാണ്. മീറ്റിങ്ങിനിടയിൽ ബോസ് ഒരു തമാശ പറയുന്നു. മീറ്റിങ്ങിനുണ്ടായിരുന്ന ആൾക്കാരെല്ലാം നല്ലപോലെ ചിരിച്ചു, പുതുതായിട്ട് ജോയിൻ ചെയ്ത ഒരാളൊഴിച്ച്. ചിരി കഴിഞ്ഞു കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിച്ചു. എന്നിട്ട് ബോസ് പോയി കഴിഞ്ഞപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആൾ തൻ്റെ അരികിലിരുന്ന ആളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാം ചിരിച്ചത്? എനിക്ക് ചിരി വന്നതേയില്ല. എനിക്കതൊരു നല്ല തമാശയാണെന്ന് തോന്നിയതേയില്ല. ഇനി ഞാൻ മനസ്സിലാക്കിയത് എന്തെങ്കിലും തെറ്റുണ്ടോ? അയാൾ പറഞ്ഞ തമാശയുടെ അർത്ഥം എന്താണ്? അപ്പോൾ അയാളുടെ അരികിലിരുന്ന ആൾ പറഞ്ഞു, ഞങ്ങൾക്കും ഒന്നും മനസ്സിലായില്ല, ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടതുമില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നീയും ഇത് പഠിച്ചോളൂ. സത്യത്തിൽ ഇത് നമ്മുടെ എല്ലാവരുടെയും കഥയാണ്. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. നമ്മളിൽ എത്ര പേർ ആത്മാർത്ഥമായി ചിരിച്ചിട്ടുണ്ട്? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ എത്ര പേർക്ക് ആത്മാർത്ഥമായി ചിരിക്കാൻ സാധിച്ചിട്ടുണ്ട്? സൂക്ഷിച്ചു നോക്കൂ. സത്യമെന്തെന്നാൽ നമ്മൾ അവസാനമായി ആത്മാർത്ഥമായി ചിരിച്ചത് കുട്ടിയായിരുന്നപ്പോഴാണ്. ഒരു കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ നമ്മൾ ചിരിച്ചതുപോലെ ഇപ്പോൾ നമ്മൾ ചിരിക്കാറേയില്ല. നമ്മളിൽ പലരും ഇപ്പോൾ ചിരിക്കുന്നത് പല പല കാരണങ്ങൾക്കാണ്. നിർഭാഗ്യവശാൽ മിക്കതും നെഗറ്റീവായിട്ടുള്ള കാരണങ്ങളാണ്. ചിലപ്പോൾ ചിലയിടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ, ചിലപ്പോൾ ചിലയിടങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തിയെടുക്കാൻ, ചിലപ്പോൾ ചില ആൾക്കാരെ പറ്റിക്കാൻ. സൂക്ഷിച്ചു നോക്കൂ. ആത്മാർത്ഥമായി ചിരിക്കുന്നത് ഒത്തിരി കുറഞ്ഞിരിക്കുന്നു, ശരിയല്ലേ? ആത്മാർത്ഥമായ ചിരി മാത്രമല്ല, നിഷ്കളങ്കമായ ചിരിയും നമുക്ക് നഷ്ടമായിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് കുട്ടികളുടെ ചിരിക്കുന്ന ഫോട്ടോ വലിയ ഇഷ്ടമാവുന്നത്. കാരണം കുട്ടികളുടെ ചിരിക്ക് ഒരു ആത്മാർത്ഥതയുണ്ട്, നമുക്കില്ലാത്ത ഒരു നിഷ്കളങ്കതയുണ്ട്. സങ്കടകരമായ കാര്യമാണ്, കുട്ടിക്കാലത്ത് നിന്നും മുതിർന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ നമ്മൾ പറയുന്നത് ഒരാൾ വളർന്നു എന്നാണ്. പക്ഷേ ചിരിയുടെ കാര്യത്തിൽ ഒരാൾ വളർന്നു എന്ന് പറയാൻ വലിയ പ്രയാസമാണ്. കാരണം ഒരു കാലത്ത് ആത്മാർത്ഥമായിട്ടും നിഷ്കളങ്കമായും ചിരി നമുക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കയ്യിൽ അതില്ല. അപ്പോൾ അത് വളർച്ച എന്ന് പറയാൻ വലിയ പ്രയാസമാണ്. ആത്മാർത്ഥതയുള്ള നിഷ്കളങ്കതയുള്ള ചിരി നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ വളരെയധികം ഭാഗ്യവാനാണ്. കാരണം കോടിക്കണക്കിന് മനുഷ്യരിൽ ഒരാൾക്ക് മാത്രമേ ഇന്നും അങ്ങനെയൊക്കെ ചിരിക്കാൻ സാധിക്കുന്നുള്ളൂ.